ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോകാം ഇന്നത്തെ സെന്റൻസുകളിലൂടെ. എനിക്ക് പോകണം. ഐ ഹാവ് ടു ഗോ. ഐ ഹാവ് ടു ഗോ. അവർ പോകണം. ദേ ഹാവ് ടു ലീവ്. ദേ ഹാവ് ടു ലീവ്. നമുക്ക് വേഗം പോകണം. വി ഹാവ് ടു ഹറി. വി ഹാവ് ടു ഹറി. അവൾ പഠിക്കണം. She has to study. She has to study. അവൻ ജോലി ചെയ്യണം. He has to work. He has to work. നിങ്ങൾ കേൾക്കണം. You have to listen. You have to listen. അവർ കഴിക്കണം. They have to eat. They have to eat. നമ്മൾ വൃത്തിയാക്കണം. We have to clean. We have to clean. എനിക്ക് ഉറങ്ങണം. I have to sleep. I have to sleep. അവൻ ഓടണം. He has to run. He has to run. അവർ കാത്തിരിക്കണം. They have to wait. They have to wait. അവൾ പാചകം ചെയ്യണം. She has to cook. She has to cook. നമ്മൾ സഹായിക്കണം. We have to help. We have to help. എനിക്ക് സംസാരിക്കണം. I have to talk. I have to talk. അവൻ ഡ്രൈവ് ചെയ്യണം. He has to drive. He has to drive. നിങ്ങൾ നിർത്തണം. You have to stop. You have to stop. അവർ പോകണം. They have to go. They have to go. നമ്മൾ വാങ്ങണം. We have to buy. We have to buy. എനിക്ക് ജോലി ചെയ്യണം. I have to work. I have to work. അവൾ വിശ്രമിക്കണം. She has to rest. She has to rest. അവർ തീരുമാനിക്കണം. They have to decide. They have to decide. അവൻ വൃത്തിയാക്കണം. He has to clean. He has to clean. ഞങ്ങൾ പൂർത്തിയാക്കണം. We have to finish. We have to finish. എനിക്ക് വിളിക്കണം. I have to call. I have to call. അവൾ വായിക്കണം. She has to read. She has to read. നിങ്ങൾ കേൾക്കണം. You have to listen. You have to listen. അവർ മനസ്സിലാക്കണം. They have to understand. They have to understand. നമ്മൾ പരിശീലിക്കണം. We have to practice. We have to practice. അവൻ വ്യായാമം ചെയ്യണം. He has to exercise. He has to exercise. എനിക്ക് പഠിക്കണം. I have to learn. I have to learn. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെന്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങൾ ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെന്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും, എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റു പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക.
തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.